ലേബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ലേബി, തുടക്കത്തിൽ തന്നെ ഈ അപകടം നടന്ന ഉടൻ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സ്റ്റേജ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളുണ്ട്, സ്റ്റേജിന് വിലക്കുറവുണ്ടായി തുടങ്ങിയുള്ള പ്രതികരണങ്ങൾ അവിടെ പങ്കെടുത്തവരും കലാകാരന്മാർ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ചതുമാണ്. ഒപ്പം ഈ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിലേക്കും കടക്കുന്നുണ്ട്. ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും എന്തൊക്കെയാണ്? ആര്യ, ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്കും ഏറ്റവും ഒടുവിൽ നമ്മൾ വിവരം അറിയുമ്പോഴും മരുന്നുകളോട് കാര്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തലച്ചോറിന്റെ ബോധാവസ്ഥ അറിയുന്നതിന് വേണ്ടിയാണ് സെഡേഷൻ മാറ്റിയത്. അതിനുശേഷം മക്കളെയും ഡോക്ടർമാരെയും പ്രവേശിപ്പിച്ചു. മക്കൾ ചോദിച്ചതിനും ഡോക്ടർമാർ ചോദിച്ചതിനും കൃത്യമായ പ്രതികരണം ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മക്കൾ ചോദിച്ചതിനോട് കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരണം നടത്തി. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ചോദ്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ തന്നെയാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ആശുപത്രി അധികൃതർ പറയുന്നത് ബോധാവസ്ഥയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. ഏതായാലും തലച്ചോറിന് കാര്യമായ വ്യത്യാസമൊന്നും, അന്ന് അപകടം ഉണ്ടായതിൽ കൂടുതൽ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വന്നിരുന്നതാണ്. എന്നാലും അതിൽ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഇന്നലെ ആശങ്കപ്പെടുത്തിയ കാര്യം ശ്വാസകോശത്തിന്റെ അവസ്ഥയാണ്. ശ്വാസകോശത്തിൽ മുറിവുണ്ടായിരുന്നു. അതിൽ ക്ഷതം വന്നതിനെ തുടർന്ന് ഇൻഫെക്ഷൻ രൂപപ്പെട്ടിരുന്നു. ഇൻഫെക്ഷന് മരുന്ന് മിനിഞ്ഞാന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതേക്കുറിച്ച് ഉള്ളൊരു ആശങ്ക ഇന്നലെ ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇന്നും അതിലും നേരിയ ഒരു വ്യത്യാസം വന്നു എന്നുള്ള ഒരു ആശാവഹമായ കാര്യം അക്കാര്യത്തിലും വന്നു. അതായത് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള ഒരു വളരെ ആശ്വാസകരമായ വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. അതേസമയം അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഡോക്ടർമാരും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും, ഇവിടെ രാവിലെ പ്രതിപക്ഷ നേതാവ് വന്നു, അല്പം മുമ്പ് രമേശ് ചെന്നിത്തലയെത്തി, നേതാക്കൾ എല്ലാവരും, കോൺഗ്രസ് നേതാക്കൾ, ഈ ഭാഗത്തുള്ള പ്രാദേശിക നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്, ബന്ധുക്കളുണ്ട്. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ആര്യ, ലേബി, സംഘാടകർക്കെതിരെയുള്ള നടപടി അത് എത്തരത്തിലാണ്? പോലീസ് അന്വേഷണം ഉൾപ്പെടെ ഈ ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കമുണ്ടല്ലോ അന്വേഷണ സംഘത്തിന്, അതെപ്പോഴാകും? ദിവ്യയുടെ മൊഴിയെടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ ഇന്നലെ തന്നെ കിട്ടിയിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചത് ഏറ്റവും പെട്ടെന്നുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സംഘാടനത്തിലെ പിഴവുകളെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. മന്ത്രി സജി ചെറിയാനെതിരെ വ്യക്തിപരമായി തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ സംഘാടകരിൽ ചിലർക്ക് CPM ബന്ധമുണ്ട്, അതുകൊണ്ടാണ് മന്ത്രി അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ രൂക്ഷമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഏതായാലും ഇതൊക്കെ ഇപ്പോൾ GCDAക്കെതിരെ ഇവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. GCDA കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം വരുന്ന സ്ഥിതിക്ക് പോലീസ് അന്വേഷണം വളരെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിയുടെ മൊഴി എടുക്കാനുള്ള സാധ്യത ഒട്ടും വൈകില്ല, പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആര്യ, ഓക്കെ, പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്ത് എന്ന് തന്നെയാണ്, മൊഴിയെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.